വെൽക്കം ബാക്ക്. നമ്മൾ എല്ലാവരും പറയുന്നതാണ് നീ നിർബന്ധമായിട്ടും വരണം, നീ എന്തായാലും നാളെ വരണം, നമ്മൾ പറയാറില്ലേ? അതുപോലെ നീ എന്തായാലും ഇത് പഠിക്കണം, നീ ഇത് പഠിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നീ ഇത് ചെയ്തേ പറ്റൂ, നീ ഇത് എന്തായാലും ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസുകളൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പോൾ ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പറയാം. ഒറ്റ വാക്ക് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ സെൻറ്റൻസുകളായിട്ട് നമുക്ക് ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു നോക്കാം. നീ എന്തായാലും നാളെ വരണം, നീ എന്തായാലും നാളെ വരണം എന്ന് വെച്ചാൽ നീ നിർബന്ധമായിട്ട് നാളെ വരണം, നീ വന്നേ തീരൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നീ എന്തായാലും നാളെ വരണം. എങ്ങനെ പറയാം? നീ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എല്ലാവർക്കും അറിയാം അല്ലേ? യു എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനിയോ വരിക, വരിക എന്നുള്ളതിന് എന്താ ഉപയോഗിക്കുക? കം എന്നാണ് അല്ലേ? കം. ഇനി നാളെ എന്നുള്ളതിനോ ടുമോറോ എന്നാണ് നമ്മൾ ഉപയോഗിക്കുക അല്ലേ? അപ്പം യു കം ടുമോറോ, യു കം ടുമോറോ എന്ന് വെച്ചാൽ എന്താണ്? നീ നാളെ വരണം. ഓക്കെ, യു കം ടുമോറോ, നീ നാളെ വരണം എന്നായി. അപ്പോൾ നമ്മളിവിടെ നിർബന്ധമായിട്ടും വരാനാണല്ലോ പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുക യു കഴിഞ്ഞിട്ട് നമ്മൾ മസ്റ്റ് എന്നുള്ള ഈ ഒരു മോഡൽ ഓക്സിലറി ഉപയോഗിക്കുക. ഓക്കെ, യു മസ്റ്റ് കം ടുമോറോ, നീ നാളെ നിർബന്ധമായിട്ടും വരണം, നീ വന്നേ പറ്റൂ അല്ലേ? ഈ ഒരർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് നമ്മൾ ഉപയോഗിച്ചത്? മസ്റ്റ് എന്ന മോഡൽ ഓക്സിലറി കേട്ടോ. മസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ചെയ്യണം, എന്തായാലും ചെയ്യണം, നിർബന്ധമായിട്ടും ചെയ്യണം എന്നുള്ളതാണ് മസ്റ്റിൻ്റെ മീനിങ് ആയിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി എന്താണ്? ഈ മസ്റ്റിന് പകരം നമുക്കിവിടെ ഷുഡ് ഉപയോഗിക്കാവുന്നതാണ്. യു ഷുഡ് കം ടുമോറോ, നീ നാളെ വന്നേ തീരൂ എന്നർത്ഥം കിട്ടും. യു ഷുഡ് കം ടുമോറോ, നീ നാളെ എന്തായാലും വരണം, നീ നാളെ വന്നേ പറ്റൂ എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. അപ്പോൾ മസ്റ്റിനും അതുപോലെ ഷുഡിനും ഏകദേശം ഒരുപോലെയാണ് മീനിങ്, സിമിലർ മീനിങ് തന്നെയാണ് വരുന്നത്. ഓക്കെ, നീ എന്നെ സഹായിക്കണം, നീ എന്നെ നിർബന്ധമായിട്ടും സഹായിക്കണം, നീ എന്നെ എന്തായാലും സഹായിക്കണം. എങ്ങനെ പറയാം? നമുക്കറിയാം അല്ലേ? നീ എന്നുള്ളതിന് യു എന്നാണ് നമുക്കറിയാം, സഹായിക്കുക എന്നുള്ളതിന് ഹെൽപ്പ് എന്നാണ് നമുക്കറിയാം അല്ലേ? എന്നെ എന്നുള്ളതിനോ മീ എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അതൊക്കെ നമുക്കറിയാം അല്ലേ? ഇനി നമുക്ക് എങ്ങനെ പറയാം? യു മസ്റ്റ് ഹെൽപ്പ് മീ, നീ എന്നെ നിർബന്ധമായിട്ടും സഹായിക്കണം അല്ലേ? നിർബന്ധമാണ്, കമ്പൽസറിയാണ്, നീ എന്നെ സഹായിക്കണം. യു മസ്റ്റ് ഹെൽപ്പ് മീ. അല്ലെങ്കിലോ യു ഷുഡ് ഹെൽപ്പ് മീ, നീ എന്നെ സഹായിച്ചേ പറ്റൂലേ, നീ എന്നെ സഹായിച്ചേ പറ്റൂ, യു ഷുഡ് ഹെൽപ്പ് മീ. ഓക്കെ, നെക്സ്റ്റ്, നീ ഞങ്ങളെ കാത്തു നിൽക്കണം, നീ ഞങ്ങളെ കാത്തു നിൽക്കണം അല്ലേ? ഞാനൊരു നിർബന്ധമാണ് പറയുന്നത് കേട്ടോ, ഞാനൊരു നിർബന്ധമായിട്ടാണ് പറയുന്നത് എങ്കിൽ നീ ഞങ്ങളെ എന്തായാലും കാത്തു നിൽക്കണം എന്ന ഒരർത്ഥത്തിലാണ് ഞാൻ പറയുന്നത് എങ്കിൽ എങ്ങനെ പറയാം? യു മസ്റ്റ് വെയിറ്റ് ഫോർ അസ്, യു മസ്റ്റ് വെയിറ്റ് ഫോർ അസ്, നീ എന്തായാലും ഞങ്ങളെ വെയിറ്റ് ചെയ്യണം. യു മസ്റ്റ് വെയിറ്റ് ഫോർ അസ്, നീ എന്തായാലും ഞങ്ങളെ വെയിറ്റ് ചെയ്യണം. ഇനി നമ്മളവിടെ ഷുഡാണ് ഉപയോഗിക്കുന്നതെങ്കിലോ യു ഷുഡ് വെയിറ്റ് ഫോർ അസ്, നീ ഞങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കണം. യു ഷുഡ് വെയിറ്റ് ഫോർ അസ്, നീ ഞങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കണം, നീ ഞങ്ങളെ വെയിറ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, നെക്സ്റ്റ്, എനിക്ക് ഇരുട്ടിന് മുമ്പ് അവിടെ എത്തണം, അല്ലെങ്കിൽ എനിക്ക് രാത്രിക്ക് മുമ്പേ അവിടെ എത്തണം അല്ലേ? ഒരു നിർബന്ധമാണ് പറയുന്നത്. എങ്ങനെ പറയാം നമുക്ക്? ഐ മസ്റ്റ്, എങ്ങനെ പറയാം? ഐ മസ്റ്റ്, സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മസ്റ്റ് ആഡ് ചെയ്യണം കേട്ടോ. ഐ മസ്റ്റ് റീച്ച് ദർ, റീച്ച് എന്ന് വെച്ചാൽ എന്താണ്? എത്തുക എന്നുള്ളതാണ് അല്ലേ? ഐ മസ്റ്റ് റീച്ച് ദർ ബിഫോർ നൈറ്റ്, ഐ മസ്റ്റ് റീച്ച് ദർ ബിഫോർ നൈറ്റ്. ബിഫോർ നൈറ്റ് രാത്രിക്ക് മുമ്പ് അല്ലെങ്കിൽ ഇരുട്ടിന് മുമ്പ് എന്നർത്ഥം. ദർ അവിടെ, ദർ അവിടെ. എങ്ങനെ പറയാം? ഐ മസ്റ്റ് റീച്ച്, റീച്ച് എന്ന് വെച്ചാൽ എത്തിപ്പെടുക എന്നുള്ളതാണ് കേട്ടോ. ഐ മസ്റ്റ് റീച്ച് ദർ ബിഫോർ നൈറ്റ്, രാത്രിക്ക് മുമ്പ് എനിക്ക് അവിടെ എത്തണം അല്ലേ? എനിക്ക് നിർബന്ധമാണ് അവിടെ എത്തണം എന്നുള്ളത്. ഇനി ഇന്നെനിക്ക് നേരത്തെ പോകണം, ഇന്നെനിക്ക് നേരത്തെ പോകണം, എന്തായാലും പോകണം. എങ്ങനെ പറയാം? എന്തായാലും പോകണം എന്നുള്ളൊരവസ്ഥയിലാണ് നമ്മൾ പറയുന്നത് എങ്കിൽ നമ്മൾ എങ്ങനെ പറയാം? ഐ മസ്റ്റ് ഗോ, ഐ മസ്റ്റ് ഗോ ഏർലി ടുഡേ, ഐ മസ്റ്റ് ഗോ ഏർലി ടുഡേ, ഇന്നെനിക്ക് നേരത്തെ പോകണം. ഐ മസ്റ്റ് ഗോ, എനിക്ക് എന്തായാലും പോകണം അല്ലേ? ഗോ എന്ന് വെച്ചാൽ പോകുക എന്നുള്ളതാണ്. ഏർലി ടുഡേ, ഏർലി നേരത്തെ, ടുഡേ ഇന്ന് എനിക്ക് എന്തായാലും നേരത്തെ പോകണം, പോയേ പറ്റൂ. ഇനി അവൻ അത് ചെയ്യണം, അവനത് ചെയ്യണം, അവനത് ചെയ്തേ തീരൂ, ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇങ്ങനെ പറയാം? ഹീ മസ്റ്റ് ഡു ദാറ്റ്, ഹീ മസ്റ്റ് ഡു ദാറ്റ്, ചെയ്യുക എന്നുള്ളതിന് ഡു അല്ലേ? ചെയ്യുക എന്നുള്ളതിന് ഡു. പിന്നെ അവൻ എന്നുള്ളത് ഹീ എന്നുള്ള സബ്ജക്റ്റ് അല്ലേ? ഹീ ആണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റ് ആഡ് ചെയ്തു. ഹീ മസ്റ്റ് ഡു, ചെയ്യുക, ദാറ്റ് അത്, ഹി മസ്റ്റ് ഡു ദാറ്റ്, അവനത് എന്തായാലും ചെയ്യണം.
അവനത് എന്തായാലും ചെയ്യണം. ഹി മസ്റ്റ് ഡു ദാറ്റ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? മസ്റ്റിൻ്റെ യൂസേജ് മനസ്സിലായോ? മസ്റ്റ് നമ്മളൊരു നിർബന്ധിതാവസ്ഥയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മസ്റ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. പകരം നമുക്ക് ഷുഡും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. മസ്റ്റ് അർത്ഥം വരിക ചെയ്യണം എന്നുള്ള അർത്ഥം കേട്ടോ. നിർബന്ധമായിട്ടും ചെയ്യണം എന്നുള്ള അർത്ഥമാണ് മസ്റ്റിന് വരുന്നത്. അതുപോലെ തന്നെ ഷുഡിനോ ചെയ്തേ തീരൂ, ചെയ്തേ പറ്റൂ അല്ലേ? അതും എന്താണ്, ഒരു നിർബന്ധം തന്നെയാണ്, ചെയ്തേ പറ്റൂ, നീ അത് ചെയ്തേ തീരൂ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അതും ഒരു കമ്പൽസറിയെ തന്നെയാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുകിൽ നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുക കേട്ടോ. മസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യണം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അതുപോലെ തന്നെ ഷുഡോ ചെയ്തേ തീരൂ, ചെയ്തേ പറ്റൂ എന്നുള്ളൊരർത്ഥം കിട്ടാൻ നമുക്ക് ഷുഡ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സെൻറ്റൻസിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ചസ് വരുത്തി ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക്